അതിന് വന്നൊരു കമൻ്റാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. ഭയങ്കര മോശമായിട്ടുള്ള ഒരു കമൻ്റ്. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ എന്താണ് തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ദിയ കൃഷ്ണയുടെ ഡെലിവറി വ്ളോഗിൽ എനിക്ക് പറയാനുള്ള ചില കാരണങ്ങളും ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് വന്നൊരു ബാഡ് കമൻറ്റും കേട്ടോ ഇന്നത്തെ നമ്മുടെ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചുലച്ച കമൻറ്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണേ. ദിയയുടെ വീഡിയോയുടെ ഇടയിൽ കുറേ പോസിറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഭൂരിഭാഗം, മുക്കാൽ ഭാഗമല്ല, അതിൽ കൂടുതലും പോസിറ്റീവ് കമൻറ്റ്സ് ആയിരുന്നു. പിന്നെ വളരെ കുറച്ച് മാത്രമായിരുന്നു നെഗറ്റീവ് കമൻറ്റ്സ് ഉള്ളത്. കാരണം അതിൽ 60 lakh അബോവ് വ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. ട്രെൻഡിങ് നമ്പർ 1 ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ പേർക്ക് ഇൻഫർമേറ്റീവും അതുപോലെ കുറേ പേർക്ക് ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ തോന്നിയ വീഡിയോ ആയിരുന്നു കേട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ആ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കിനും അമ്മമാർക്ക് എല്ലാവർക്കും മനസ്സിലാവും എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളത്. കുറേ പേര് C-സെക്ഷൻ ആയിരിക്കാം, കുറേ പേര് നോർമൽ ഡെലിവറി ആയിരിക്കാം. പക്ഷേ അതിലൊന്നല്ല, അതിന് അനുഭവിക്കുന്ന വേദനകളും ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് കണ്ടപ്പോഴത്തേന് നമുക്ക് തോന്നിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ദിയ ഭയങ്കര ലക്കി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവളുടെ ഫാമിലി മെമ്പേഴ്സും അതുപോലെ ഹസ്ബൻഡും എല്ലാവരും ഒരുമിച്ചിട്ട് അവർക്ക് മെൻ്റലി സപ്പോർട്ട് കൊടുത്ത് ഇമോഷണലി അവൾ ഡൗൺ ആവാതെ അവളെ ഭയങ്കരമായിട്ട് കൂളാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് എല്ലാ സ്ത്രീകൾക്കും ആവശ്യം. ഞാനൊക്കെ നോർമൽ ലേബർ റൂമിലായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണ്. അതുപോലെ കുറേ നേരം വെയിറ്റിംഗ് ടൈം ഉണ്ടാകും. ആ വേദന തുടങ്ങുന്ന സമയം മുതൽ വേദന അവസാനിക്കുന്ന സമയം വരെ നമ്മൾ ഒറ്റയ്ക്കാണ്. നമുക്ക് ആരൊന്നും പറയാനില്ല. പിന്നെ ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് അറിയത്തില്ല പേഴ്സണലി. അപ്പോൾ നമുക്ക് അവരുടെ അടുത്തൊന്നും ഷെയർ ചെയ്യാനും പറ്റത്തില്ല. പിന്നെ നമ്മൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് പോകുന്നൊരു നിമിഷമാണ്. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ സമയം പോവാതെ ഒരുപാട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയം തന്നെയാണ് അത്. അപ്പം ആ സമയത്ത് നമ്മളിവിടെ ഇത്രയും പേരുണ്ടാവുക എന്ന് പറഞ്ഞത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് കേട്ടോ ഞാൻ പറയുള്ളൂ. അതുപോലെ അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടിരിക്കുന്നത് ബോയ്സ് നമുക്ക് മനസ്സിലാക്കാം. അവർ ഒരിക്കലും ഡെലിവറി പെയിൻ അനുഭവിച്ചിട്ടില്ല, ഇതിൻ്റെ ഒരു സ്ട്രഗിള് ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ പെണ്ണുങ്ങൾ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇട്ടിരിക്കുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം. ഇവൾ മാത്രമാണ് പ്രസവിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ലേബർ സൂട്ട് എന്തിനാണ് ആവശ്യം എന്നൊക്കെ സ്ത്രീകൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല, സ്ത്രീകളുടെ ശത്രുക്കൾ സ്ത്രീകൾ തന്നെയാണല്ലോ ഗൈസ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു മൈൻഡിലേ അത് എടുക്കത്തുള്ളൂ. പക്ഷേ എൻ്റെ കമൻറ്റിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇട്ട ഒരാളോട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് ആ റിപ്ലൈ പോരാന്നുള്ളത് കൊണ്ടാണ് പിന്നെ സമൂഹത്തിൽ ഇങ്ങനെയും ചില ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ദിയ കൃഷ്ണയുടെ വീഡിയോ ഇടുന്ന സമയത്ത് ഈ ഡെലിവറി വ്ളോഗിൻ്റെ ജസ്റ്റ് ഒരു കണ്ടൻറ്റ് ഞാനാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് ആയിട്ട്. അതിന് വന്നൊരു കമൻറ്റാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. ഭയങ്കര മോശമായിട്ടുള്ള ഒരു കമൻറ്റ് മോശമായിട്ട് തോന്നിയത്. എനിക്കിപ്പോൾ ഒരു ആൾ തന്നെയാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാനത് റിപ്ലൈ കൊടുത്തു. പക്ഷേ എന്നിട്ടും അയാൾക്കത് അംഗീകരിക്കാൻ പറ്റാതെ അയാൾ പിന്നെയും പറയുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്നല്ല വെച്ചത്. ഇതാണ് ശരിക്കും എൻ്റെ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം അയാൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെയാണോ, ഞാൻ ഇതിൻ്റെ സൈഡിലെ കമൻറ്റ് കാണിക്കാം കേട്ടോ. ഡോക്ടേഴ്സ് നഴ്സുമാരുമാണോ പ്രസവം എടുക്കേണ്ടത്, അല്ലാണ്ട് ഹസ്ബൻഡിന് പ്രസവം എടുക്കാൻ പറ്റുമോ, ഇവനെന്തോന്ന് ശവം എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനെ ആയിരിക്കും മേ ബി ഭർത്താവിന് ഭയങ്കര ഇതായിട്ട് ഒരു കമൻ്റായിരുന്നു കേട്ടോ പുള്ളി ഇട്ടിരുന്നത്. ഭർത്താവിന് പ്രസവം എടുക്കാൻ പറ്റുമോ, പിന്നെ എന്തിനാണ് അവനവിടെ കയറ്റി നിർത്തിയിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഹസ്ബൻഡ് നിൽക്കുന്നത് ഒരു മെൻ്റൽ സപ്പോർട്ടിനാണ്, സ്ത്രീകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, തനിക്കത് മനസ്സിലാവില്ല, താനൊക്കെ എന്തെങ്കിലും സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി തിരിച്ചിട്ട കമൻറ്റ് എന്ന് വെച്ചാൽ ഒരു മെൻ്റൽ സപ്പോർട്ടും ഇല്ല, എന്തോന്ന് മെൻ്റൽ സപ്പോർട്ട്, എല്ലാം ഡോക്ടേഴ്സ് നഴ്സുമാരുമാണ് അതൊക്കെ തരുന്നതെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പുള്ളിയുടെ ഭാര്യയ്ക്ക് അങ്ങനെയായിരിക്കും, നമുക്കറിയത്തില്ല, മേ ബി പുള്ളിയുടെ കാഴ്ചപ്പാടിലും അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ തിരിച്ചു ഒരു റിപ്ലൈ ഇട്ടു, കാലം മാറിയതൊന്നും ചേട്ടൻ അറിഞ്ഞില്ലേന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കാലവും മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അടുത്ത കമൻറ്റ്. പിന്നെ ഞാൻ പുള്ളിക്ക് റിപ്ലൈ കൊടുക്കാനേ പോയില്ല. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കാരണം എനിക്കിതൊരു കണ്ടന്റിന് വേണ്ടിയോ കാര്യങ്ങൾക്കോ അല്ല. ഇതുപോലുള്ളൊരു മനുഷ്യൻ ഇതുപോലുമുണ്ട് സമൂഹത്തിൽ, ഇതാണ് മനുഷ്യൻ്റെ ഒരു ചിന്താഗതി എന്ന് മനസ്സിലാക്കി തരാണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ദിയയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊരു 60 lakh എബോവ് ആയിട്ടുണ്ട്.
സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഭയങ്കര നമുക്ക് ഇൻഫർമേറ്റീവ് ആണ് കേട്ടോ. ഇനി വരുന്ന തലമുറയ്ക്കാണെങ്കിലും അമ്മമാരോട് ക്രൂരത കാണിക്കുന്ന, അമ്മമാരോട് റെസ്പെക്റ്റ് ഇല്ലാത്ത മക്കൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിൽ എന്തെങ്കിലും തോന്നും. മനുഷ്യനാണെങ്കിൽ, അതായത് നമ്മുടെ അമ്മ നമ്മളെ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. സ്ത്രീകളോടുള്ള റെസ്പെക്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് എന്തായാലും സ്ത്രീകളോട് റെസ്പെക്റ്റ് ഉണ്ടാവാനുള്ള ഒരു ചാൻസാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം അത് മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി. ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെങ്ങനെയാണെങ്കിൽ എങ്ങനെ സമൂഹം നന്നാവും? സമൂഹം നന്നാവണമെങ്കിൽ സ്ത്രീകളെങ്കിലും ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പൊരുതാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. സ്ത്രീകളെ മാത്രമല്ല എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷേ ഒരമ്മ എന്ന് പറയുന്നത് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ദിയയ്ക്ക് പറഞ്ഞ പോലെ എപ്പിഡ്യൂറലിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെന്ന്, എന്നിട്ടാണ് ഇത്രയും വേദന ഇത്രയും ബുദ്ധിമുട്ടും ഉണ്ടായതുണ്ടെങ്കിൽ പണ്ട് കാലത്തെ അമ്മമാരാവട്ടെ, ഈ എപ്പിഡ്യൂറൽ എടുക്കാത്ത ഇന്നത്തെ കാലത്തെ അമ്മമാരാവട്ടെ ഒരുപാട് വേദന സഹിച്ചിട്ടാണ് കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഒന്നുമല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ അതെടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പെയിൻ ഉണ്ടാകത്തില്ല. പക്ഷേ പെയിൻ അനുഭവിച്ച് പ്രസവിച്ച അമ്മയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടും നോർമലി നടക്കാതെ സി സെക്ഷനിലേക്ക് കിടന്നിട്ടുള്ള ഒരുപാട് അമ്മമാരും ഉണ്ട് കേട്ടോ. അപ്പം അവരെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘടകമാണ് ഈ വീഡിയോ എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ കമൻ്റ് ഇട്ട ചേട്ടനോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ചേട്ടൻ ഇന്ന് കാലം മാറിയത് അറിഞ്ഞിട്ടില്ല. അതുപോലെ ചേട്ടനൊരു സ്ത്രീയുടെ മെൻ്റലി ആൻഡ് ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ ചേട്ടന് സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ നമുക്കൊരു ഡെലിവറി സമയത്ത് ഉണ്ടാകുന്ന സ്ട്രഗിൾ ചേട്ടന് അറിയില്ല എന്ന് വേണമെങ്കിൽ ഞാൻ കരുതുന്നത്. കാരണം അല്ലെങ്കിൽ ചേട്ടൻ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു. ഒരു സ്ത്രീയുടെ ഒറ്റയ്ക്ക് ലേബർ പെയിൻ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പെയിന്, അതുപോലെ നമ്മുടെ ടെൻഷൻ, അത് ചേട്ടന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ചേട്ടനിന് മനസ്സിലാവുമെന്നും അറിയത്തില്ല. ചേട്ടൻ എന്തായാലും സ്ത്രീകളുടെ ഒരു സ്ട്രഗിൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലയെന്ന് അറിയാം. എന്നാലും ഡോക്ടേഴ്സും നഴ്സുമാരും അല്ല, നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഹസ്ബൻഡ്, അതുപോലെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ മെൻ്റലി സപ്പോർട്ട് ഒരിക്കലും ഡോക്ടേഴ്സ് നഴ്സുമാർക്ക് ഒരു പരിധിവരെ തരാൻ പറ്റും. പക്ഷേ ഇവർ തരുന്ന അത്രയും സപ്പോർട്ട് ഒരിക്കലും അവർക്ക് തരാൻ പറ്റത്തില്ല. അതുപോലെ നമ്മുടെ അപ്പോഴത്തെ കണ്ടീഷനും ചേട്ടൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഓക്കെ ഗൈസ്, ആ ചേട്ടനുള്ള മറുപടി ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ലേബർ സൂട്ട് ഉറപ്പായിട്ടും നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ നിങ്ങൾ അത് തന്നെ സെലക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ അത് മോശമാണെന്നുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.